ഭാഗ്യവാൻ 2 വെണ്ട ചായ. വാങ്ങിടുവാനായി 4 കയ്യിൽ മുണ്ടു പ്രിയേ കൽവിലൊരാശ. ക്യാമറ മീനാണ് വെള്ളത്തിന്റെ അടിയിലായിരിക്കും. തത്തമ്മ ഇല്ല വനത്തിൽ കാണാൻ. വീണ്ടും മാന്ത്രിക ശബ്ദവുമായി അനീഷ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫാമിലി ട്രിപ്പ് പോവാം കേട്ടോ. നമ്മൾ കൊച്ചിക്കാണ് പോണത്. ഒരുപാട് ദൂരമൊന്നും പോകണില്ല കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോണത് കേട്ടോ. അപ്പം നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങാണ്. ലെറ്റ്സ് ഗോ. കുടുംബാംഗങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ടൂറിന്റെ കോർഡിനേറ്ററായി മിസ്റ്റർ ഇജാസ് ആണ്. എന്ത് അക്ഷയങ്ങളുണ്ടെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെടുക. ഹാൻഡിൽ ചെയ്യുന്നതാണ് ബഡ്ജറ്റിംഗ്, പൈസ കാര്യങ്ങളുള്ള സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഹാരിസുമായി ബന്ധപ്പെടുക. പിന്നെ കലാപരമായ കാര്യങ്ങളൊക്കെ ചിപ്പിന് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിപ്പിന് വേണ്ടിയുടെ മാറിക്കൊടുക്കുന്ന ഹാരിസ്ക. ലാസ്റ്റ് ഞാൻ തിരിച്ചു കറി വയ്ക്കും. എല്ലാരും സ്നേഹം മാറിക്കോടി കൊടുക്കുന്ന ഭാഗ്യവാൻ 2 വെണ്ട ചായ. എല്ലാരും വരിക്കായിട്ട് വരിക. നിങ്ങളെ സഹർഷം സഹൃദം വീക്ഷിക്കുന്നതിനും കേൾക്കുന്നതിനു വേണ്ടി നിങ്ങളെ എല്ലാവരുടെയും കാതുകൾ കൂർപ്പിച്ചിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മൈക്ക് കൈമാറുകയാണ്. റിസ്ന അനസ് on stage.
ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ സഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന് എന്നാലും എന്റേതായൊരു ഗൃഹവുമില്ല പ്രിയേ ഉണ്ട് സഖി ഒരു കുലമുന്തിരി വകിടുവാനായി നാരണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇജാസിന്റെ ആ ശബ്ദം അത് ഞാൻ തന്നെ കേട്ടിട്ടില്ലാന്നുള്ളൂ. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ നിർത്തിക്കൂടെ? നിനക്കായി എങ്ങനെ പ്രോത്സാഹനം തരൂ, പ്രോത്സാഹനം തരൂ. അതിന്റെ ആ ഫ്ലോണ്ട് പോയി വേറെ പാട്ട് പാടാ പോയി. മൂടണ്ട, വെളിച്ചം കാണില്ലോ. നിനക്കായി ഞാൻ പാട്ട് പാടുമ്പോ എനിക്കായി നീ കാത്തു നിന്നില്ലേ. നീ എന്റെ സ്വർഗമല്ലേ, നീ എന്റെ സ്വപ്നമല്ലേ, പൂത്തരാവല്ലേ, എന്റെ പൂങ്കളിരല്ലേ. വീണ്ടും മാന്ത്രിക ശബ്ദവുമായി അനീഷ. കുഴിയിലടിയതാ പാട്ടല്ല വണ്ടി. പരമുല്ലക്കാടുണർന്നു പഴമുഴപ്പൂട്ടിലെ പാട്ടുണർന്നു. അങ്ങനൊന്നുമില്ല. മുംബൈ കുറ്റാണ്ടേ ആട്ടുണ്ടാവണമാ പാലമ്പത്തേക്ക് പാപ്പുണ്ടാക്കണമാ. ഭരണിത ഭാഗം ഭരണമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗ്രഹമല്ലോ. കണ്ണീർ പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ മിന്നീരാകും കൽബും കൊണ്ട് വന്നേ ഞാനീരാവിൽ. എങ്ങു പോയി സുബ്ഹാനനി ഇടനെഞ്ച് പൊട്ടിപ്പാടി ഞാൻ കണ്ണു മൂടി പോകയാൽ. ഇരുളിലൊരു ചെറുതിരിയുണരും അമ്പിളിക്കതിരാകണേ. അതിൽ ക്യാമറ
കളിച്ചോളൂ. സ്റ്റെപ്പ് കാലുമേലാണ്. നിങ്ങളെ പിച്ചുണ്ടോ? ആരാന്നൊന്നുമില്ലല്ലേ? ബാബിനെ നല്ല ഡിസ്റ്റായി തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹിൽ പാലസ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ഭൂരിഭാഗം മലയാളികൾക്ക് ഈ പാലസ് കൂടുതൽ പരിചിതമായത് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലൂടെയാണ് കേട്ടോ. മണിച്ചിത്രത്താഴ് മാത്രമല്ല, ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിട്ടു. കൊച്ചി രാജാക്കന്മാരുടെ ഭരണകേന്ദ്രമായിരുന്ന ഈ കൊട്ടാരം ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു മ്യൂസിയം ആയിട്ടാണ് കേട്ടോ. 54 ഏക്കർ സ്ഥലത്ത് 1865 തൃപ്പൂണിത്തുറയിലെ ഈ കൊട്ടാരം നിർമ്മിക്കുന്നത്. 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. പിന്നീട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായിരുന്ന ഹിൽ പാലസ് 1986 ഒരു മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത്ര മാതിരില്ലേ? ഇപ്പൊ എവിടെ നിൽക്കും? അവിടെ നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടോ. എല്ലാവരും ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് മറൈൻ ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിലെ പ്രധാന ആകർഷണവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് കേട്ടോ മറൈൻ ഡ്രൈവ്. പറയരുത് കേട്ടാ. നല്ല പൊടിയ കുടിക്കണേ അവിടെ.
ഇവിടെയാണ് ഇറക്കുമതി ഒക്കെ നടക്കുന്നത്. കയറ്റുമതി ഇറക്കുമതി ഒക്കെ വെള്ളാപ്പാടം. അതിലൊക്കെ എന്താ അയൽപ്പാടിനെ കുറിച്ചിട്ടാണ് ഇവിടുന്ന് കയറ്റി പല ഐറ്റവും. ഓരോ കണ്ടെയ്നർ ഓരോരുത്തരുണ്ടാവുക. വേറെ ആൾക്കാരാവും. ദുബായ് ആ അവരാണ് 6500 കോടി മുടക്കിയത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഇന്റർനാഷണൽ കണ്ടെയ്നർ ആക്കുകളാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡൊമസ്റ്റിക് ആണ്. ഇത് മാത്രമേ ഇന്റർനാഷണൽ ആയിട്ടുള്ളത്. നമുക്ക് ആ മീൻ ഓർഡർ കാണാൻ പറ്റും. ഈ ചാളയും അതിനകത്ത് കൂട്ടത്തോടെ വരുള്ളൂ. ഒരു ഏരിയ ഫുള്ള് ഉണ്ടാവും. അപ്പൊ ആ മീൻ കണ്ട ആര്യക്കാർ പറയണ പോലെ ആ ബോട്ട് ഓടിക്കൊള്ളണം. അതായത് അവിടുന്ന് ആര്യ എന്ന് പറയുമ്പോ തന്നെ രണ്ടുപേര് വെള്ളത്തിലേക്ക് ചാടും, വലയുടെ തുമ്പായിട്ട്. എന്നിട്ട് ആ വല മീൻ എവിടെ എങ്ങോട്ടോ ഓടണോ അത് ഫുള്ള് വലയുടെ അകത്തൊക്കെ ആക്കിയിട്ടേ വരുള്ളൂ. പെട്ടിട്ടിരിക്കണതേ മെഷീനല്ല, ശരിക്കും GPS മോഡാണ്. അത് അണ്ടർ വാട്ടർ, വെള്ളത്തിന്റെ അടിയിൽ മീനോട്ടം അറിയാൻ വേണ്ടി. ഇവിടെ നേരെ ഈ ഹാർബറിൽ കൊണ്ടുപോകും. അവിടെ ആൾക്കാർ ഒക്കെ തരകന്മാരായിരിക്കും. അതായത് മെയിൻലി ഏലത്തിന് എടുക്കുന്ന ആൾക്കാർ ഒരു മറ്റേ വില പറയും. ഇത് വൈപ്പിൽ മട്ടാഞ്ചേരി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നേരെ കാണാൻ ഫോർട്ട് കൊച്ചി. ഇത് ചോദിക്കാം, ഫോർട്ട് കൊച്ചി കേട്ടിട്ടുണ്ടോ? എന്താ കേട്ടേക്കണം? പിന്നെ വിദേശികളുടെ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ അതല്ലാതെ അത് മട്ടാഞ്ചേരിയാ. ഫോർട്ട് കൊച്ചി ഭയങ്കര ഫേമസ് ആയി. അതാണ് ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്ന അവിടെയാണ്. എന്താ കാരണം അറിയാം? അവിടെയാണ് വാസ്കോ ഡ ഗാമനെ കുഴിച്ചിട്ടേക്കണത്. ഇവിടെ കാപ്പാട് വഴിയേറ്റി വന്നത്. ശരിക്കും പുള്ളി കൊച്ചിയിൽ വരേണ്ടതാണ്. ഇവിടുന്ന് ഉള്ള സാധനം കൊണ്ടുപോകാൻ വേണ്ടിയാ വന്നത്. മായാവജിക്ക് ആദ്യം ഇറങ്ങിയത് കോഴിക്കോടാണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് രണ്ടാമതും മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് പുള്ളി ഇവിടെ മരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ സെന്റ് ഫ്രാൻസിസ് ചർച്ച് പള്ളിയാണ്. നമ്മുടെ അഴിമുഖം ഉണ്ടായത് കായലും പുഴയും കടലും കൂടെ ചേർന്നാണ് ഇത്. ഈ കൊച്ചി കായലിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ലോകത്ത് തന്നെ കായലിലേക്ക് കപ്പൽ വരുന്ന ഒരേ ഒരു ഹാർബറാണ് കൊച്ചി. ബാക്കിയൊക്കെ പുഴയിലൊക്കെ വന്നിട്ടുണ്ട്, അതേപോലെ കടലിലും വന്നിട്ടുണ്ട്. കായലിലേക്ക് വേമ്പനാട് കായലാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോ പോയത് പെരിയാർ നദിയിലേക്കാണ്. പെരിയാറുണ്ട്, വേമ്പനാട്. അപ്പൊ ഈ ഭാഗത്ത് തന്നെ വേമ്പനാട്. ആ കപ്പലൊക്കെ എടുക്കണൊക്കെ വേമ്പനാട് കായലിലാണ്. അപ്പൊ വേമ്പനാട് കായൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കായലാണ്. ലോകത്ത് വെച്ച് കായല് കപ്പല് കയറുന്ന ഏക കായലാണ് നമ്മുടെ വേമ്പനാട് കായൽ. ഇല്ല, ഇതല്ലേലും വർക്കിംഗ് അല്ല. ഇവിടെയാണ് കൊച്ചിൻ ബിനാലി നടക്കുന്നത്. ഈ ബിനാലി വരുമ്പോ തിരിച്ചത് ക്ലീൻ ചെയ്യും. ഈ കുതിരപ്പുറത്തൊക്കെ വരില്ല ഇവിടെ കോഴി. ഇത് ആസ്പിൻ ബോള്. ഇവിടെ നിന്നാണ് കയറൊക്കെ കയറ്റുമതി ചെയ്യുന്നത് പണ്ട്. ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യയുടെ കമ്പനിയാണ്. ഇപ്പൊ ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടി ആയിട്ട് വെച്ചാൽ ഇവിടെയാണ് ബിനാലയൊക്കെ നടക്കുക. കൊച്ചി പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ഈ ദ്വീപിനൊരു പ്രത്യേകത നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഇലക്ഷൻ വരുമ്പോൾ ഏറ്റവും ചെറിയ പോളിംഗ് സ്റ്റേഷനാണ്. ഈ 5 വീട്ടിൽ 17 പേരുണ്ടായിരുന്നു. അവർക്ക് മാത്രമായിട്ട് ഒരു പോളിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിപ്പോ റോഡൊക്കെ വന്നപ്പോൾ അത് മാറ്റി വല്ലാർപാടത്തിന്റെ കൂടെ തന്നെ ആക്കി. രാമന്തൂർത്ത് അങ്ങനെ ഒരു ഫേമസ് ആക്കി. ഈ ഭാഗം നേരത്തെ ചോദിച്ച പോലെ ഈ സിനിമയല്ലേ നമ്മുടെ സാഗർ ജാക്കിയുടെ ക്ലൈമാക്സ്, അതൊക്കെ
ചാടിയൊക്കെ നോക്കിയാൽ കടലിലെത്തണ്ട വീട് എന്നിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. 1 കിലോമീറ്റർ ഇല്ല തികച്ചിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. മീനാണ് വെള്ളത്തിന്റെ അടിയിലായിരിക്കും, തത്തമ്മ ഇല്ല വനത്തിൽ കാണാൻ. പിന്നെ ചില സമയത്ത് ഇവിടെ ഡോൾഫിനൊക്കെ ചാട്ട കാണാണ്ട. അത് ഇതാണ് ഈ ഭാഗം. ഇപ്പൊ ഈ നൻവെള്ളം നിൽക്കണ കാരണം ഡോൾഫിൻ അങ്ങനെ പൊതുവെ വരാറില്ല. ഉപ്പുവെള്ളം കയറുമ്പോഴാണ്. നൻവെള്ളം ഈ മഴയത്തെ കിഴക്കൻ വെള്ളം വരും. കിഴക്കൻ വെള്ളം ഈ മലയിൽ നിന്നൊക്കെ ഇറങ്ങണ വെള്ളം. അപ്പൊ അത് നൻവെള്ളമായിരിക്കും. ഇനിയിപ്പോ ഈ നൻവെള്ളം പയ്യെ മാറും, ഉപ്പാകുമ്പോ നമ്മ കയറി വന്നപ്പോ ബോട്ടിൽ കയറി വന്നപ്പോ കുറെ പച്ചപ്പ് കണ്ടോ വെള്ളത്തില്, പായല്. ആ പായലൊക്കെ കരിഞ്ഞു ഈ ഉപ്പ് വെള്ളം കയറുമ്പോ. ആ സമയത്ത് ഡോൾഫിൻ കയറി വരും. പേരാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. അതായത് ഇത്തരം ദ്വീപുകള് നമ്മുടെ കൊച്ചിയിൽ 10-18 ദ്വീപുകളുണ്ട്. ഇത് ഈ 18 ദ്വീപുകളെടുത്ത മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദ്വീപാണത്. 1920 റോബർട്ട് ബ്രിസ്റ്റോ എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ഈ കായൽ നികത്തി നിർമ്മിച്ച ദ്വീപ്. മണ്ണും ചെടിയൊക്കെ മാറി നിർമ്മിച്ച ദ്വീപാണ്. മങ്കി പെൻ സിനിമ കണ്ടുണ്ടോ? അതിലൊരു ദ്വീപിനെ പറ്റി പറയുന്നത് ആ ദ്വീപാണത്. ആ ബോട്ട്, ആ വെള്ളം നീലയും ആ ആ കപ്പലൊക്കെ ഉണ്ടോ? അതൊക്കെ ഇവിടുന്ന് ലക്ഷദ്വീപിലേക്ക് പോണ യാത്രകളാണ്. ആ വെള്ളം നീല കണ്ട അനാർക്കലി സിനിമ കണ്ടോ? അതില് ആ കപ്പല ഷൂട്ട് ചെയ്തേക്കണം. പൃഥ്വിരാജ് പോണ ഇത് എവിടെയാണ് മറ്റേ ആ ഷൂട്ട് ചെയ്ത ഇതില്ലേ സാഗരയിലേക്കാക്കി. അത് റോഡ് മാർഗമല്ല, ഇവിടെയൊക്കെ ബോട്ടും ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. ഓടിണ്ട ഓടിണ്ട ഓടിക്കളയില്ല ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം ഓടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തോടും താഴത്തോടാണ് രൂപിങ്ങനിയാണ് വീടിനടയാളം ക്ഷീണത്തുണ്ട് പച്ചരിച്ചോറുണ്ട് പച്ചരിച്ചാറുണ്ട് ഉച്ചയ്ക്ക് അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് റെഡിയല്ലേ? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ കോളേജിൽ
അതവിടെ നോക്കി ജനം ഇങ്ങനെ പോയി